വെൽക്കം ടു സ്മാർട്ട് ഇംഗ്ലീഷ് ഗൈഡ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് സെമസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള എ റെഡ് റെഡ് റോസ് എന്ന പോയമാണ്. സോ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് കടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി പോയറ്റിക് ഫോം യൂസ്ഡ് ഇൻ എ റെഡ് റെഡ് റോസ്. അതായത് എ റെഡ് റെഡ് റോസ് എന്ന പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഫോമാണ് ചോദിക്കുന്നത്. സോ ദി ആൻസർ ഈസ് ദി പോം എ റെഡ് റെഡ് റോസ് ഈസ് റിട്ടൺ ലൈക്ക് എ ബാലഡ്, which means it tells something in a song-like way. It is made up of 4-line stanzas, quatrains, and follows the regular rhyme pattern of ABAB. അതായത് ഈ പോയം എഴുതിയിട്ടുള്ളത് ഒരു ബാലഡ് ഫോമിലാണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടാണ് പറയുകയാണെങ്കിൽ ലവ്, ട്രാജഡി, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ബാലഡ്. എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് സിമ്പിളായിട്ടൊക്കെ പറയുന്നതിനെയാണ് ബാലഡ് എന്ന് പറയുന്നത്. ഇതൊരു സോങ്ങിൻ്റെ രീതിയിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ പോയത്തിൽ 4 വരി ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റാൻസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ റൈം പാറ്റേൺ എന്ന് പറയുന്നത് ABAB ആയിരിക്കും. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി സെൻട്രൽ മെറ്റഫർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ലവ് ഇൻ ദി പോയം. അതായത് ഈ പോയത്തിൽ ലവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള മെറ്റഫർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സെൻട്രൽ മെറ്റഫർ കമ്പയർസ് ദ സ്പീക്കേഴ്സ് ലവ് ടു എ റെഡ് റെഡ് റോസ് ദാറ്റ് ഈസ് ന്യൂലി ബ്ലൂംഡ് ഇൻ ജൂൺ. ഇതിലെ സ്പീക്കറിൻ്റെ ലവ് എന്ന് പറയുന്നത് ഒരു റെഡ് റോസുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അത്രക്കും ബ്യൂട്ടിഫുൾ, ഫ്രഷ്, സ്ട്രോങ്, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിൽ വരുന്നത്. ഒരു ജൂൺ മാസത്തിൽ വിരിഞ്ഞ ഫ്ലവറിനെ പോലെയൊക്കെയാണ് പോയിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ന്യൂലി ബ്ലൂംഡ് ഇൻ ജൂൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഫ്രഷ്നെസ്സും ഒരു ഭംഗിയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. Now third question is, discuss the imagery used to convey the idea of time and its effect on love. അതായത് സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ടൈമിൻ്റെ ഒരു പ്രാധാന്യം ഏതെല്ലാം ഇമേജറിയിലൂടെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. The answer is that the imagery of drying seas, melting rocks and sands of life conveys the passing of immense time. They emphasize that the speaker's love will endure the test of time. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജറീസ് ഡ്രൈയിങ് സീസ്, കടൽ വറ്റുന്നത് വരെ, മെൽറ്റിംഗ് റോക്സ്, കല്ലുകൾ ഉരുകുന്നത് വരെ, ആൻഡ് സാൻഡ്സ് ഓഫ് ലൈഫ് കൺവേസ് ദി പാസിംഗ് ഓഫ് ഇമ്മൻസ് ടൈം. അതായത് നമ്മുടെ ഓരോ തരി മണലിൻ്റെ അത്ര ലൈഫായാലും ഈ സ്പീക്കറിന് അവരോടുള്ള സ്നേഹം തീരുകയില്ല എന്നും അത് സ്ട്രോങ് ആയിരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ ലവ് സ്ട്രോങ് ആൻഡ് എറ്റേണൽ ആണെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. അത് വായനക്കാർക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കടൽ വറ്റുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. സോ അതുപോലെ തന്നെ റോക്ക് മെൽറ്റാവുക, അങ്ങനെയൊക്കെ നടക്കാത്ത കാര്യങ്ങൾ. അതായത് അതുവരെ അത്രക്കും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലവ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഇതിലൂടെയൊക്കെ കാണിക്കുന്നത്. നൗ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പീക്കേഴ്സ് പ്രോമിസ് റിഗാർഡിങ് ദി ഡ്യൂറേഷൻ ഓഫ് ദിയർ ലവ്. അതായത് ഈ സ്പീക്കർ ഒരു പ്രോമിസ് നൽകുന്നുണ്ട് അവരുടെ ഈ സ്നേഹിക്കുന്നതിൻ്റെ ഈ ഒരു ടൈമിൽ ഒരു പ്രോമിസ് നൽകുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ദി ആൻസർ ഈസ് ദ സ്പീക്കർ പ്രോമിസസ് ടു ലവ് ദെയർ ബിലവ്ഡ് അണ്ടിൽ ദി സീസ് ഡ്രൈ അപ്പ്, ദി റോക്സ് മെൽറ്റ് ആൻഡ് ഫോർ ആസ് ലോങ് ആസ് ലൈഫ് ലാസ്റ്റ്. ദ സിംബലൈസ് എറ്റേണൽ ലവ്. അതായത് സ്പീക്കർ നൽകുന്ന പ്രോമിസസ് എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടൽ വറ്റുന്നത് വരെയും കല്ല് മെൽറ്റായി ഉരുകി പോകുന്നത് വരെയും ലൈഫ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളവും താൻ സ്നേഹിക്കുന്ന ആളെ സ്നേഹിക്കും എന്നാണ് പ്രോമിസ് നൽകുന്നത്. ഇതൊരു എറ്റേണൽ ലവ് അഥവാ ഒരു നെവർ എൻഡിങ്, അവസാനിക്കാത്ത ലവ് ആയിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഹൈപ്പർബോൾസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി സ്പീക്കേഴ്സ് ലവ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹൈപ്പർബോൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. സ്പീക്കറിൻ്റെ ലവ് ഷോ ചെയ്യുന്ന ഹൈപ്പർബോളേസ്. സോ ആൻസർ ഈസ് the speaker uses exaggeration to show how strong their love is. സ്പീക്കർ ഇതിൽ ഹൈപ്പർബോലെ അഥവാ എക്സാഗറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് അവരുടെ ലവ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. They say they will love until the seas dry up and the rocks melt in the sun, meaning their love will last forever. നമ്മൾ കഴിഞ്ഞ ആൻസറിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലെ എക്സാഗറേഷൻസ് എന്ന് പറയുന്നത് ഈ സീസ് ഡ്രൈ അപ്പ്, റോക്സ് മെൽറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഫ്രേസസ് ആണ്. മീനിങ് ദെയർ ലവ് വിൽ ലാസ്റ്റ് ഫോർ എവർ. അതായത് അവരുടെ ലവ് കാലാകാലവും കാലത്തിനുടനീളം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നമുക്ക് പാരഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി പോയറ്റിക് ഫോം യൂസ്ഡ് ഇൻ എ റെഡ് റെഡ് റോസ് ആൻഡ് ഡിസ്കസ്
ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദി പോയംസ് ഇമോഷണൽ ഇമ്പാക്റ്റ് ആൻഡ് റിതം. അതായത് ഏത് പോയറ്റിക് ഫോമാണ് എ റെഡ് റെഡ് റോസ് എന്ന പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നും ഇത് പോയത്തിൻ്റെ ഒരു താളത്തെയും ഒരു ഇമോഷണൽ ഇമ്പാക്റ്റിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ, ദി പോം ഫോളോസ് ദി ട്രഡീഷണൽ ബാലഡ് ഫോം കൺസിസ്റ്റിംഗ് ഓഫ് 4 ലൈൻ സ്റ്റാൻസാസ് വിത്ത് an എബി റൈം സ്കീം. ഈ പോയം ഫോളോ ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബാലഡിൻ്റെ രീതിയിലാണ്. ഓരോ സ്റ്റാൻസയിൽ 4 ലൈൻസ് ഉണ്ടാവും. അതിനെല്ലാം എ ബി എന്ന റൈമിംഗ് സ്കീമായിട്ടായിരിക്കും ഉണ്ടാവുക. ദിസ് ഫോം ലെൻസ് എ മ്യൂസിക്കൽ ക്വാളിറ്റി ടു ദി പോം, മിററിങ് ദി മെലഡി ആൻഡ് റിതം ഓഫ് എ സോങ്. ഇങ്ങനെ ഉണ്ടാവുന്നതിലൂടെ ഈ പോയത്തിനൊരു മ്യൂസിക്കിൻ്റെ ഒരു ഫീച്ചേഴ്സ് കൈൻഡ് ഓഫ് തിങ്സ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മെലഡി, ഒരു റിതം, ഒരു താളം ഒക്കെ നമുക്ക് ഈ പോയത്തിലൂടെ ലഭിക്കും. ദി റെഗുലർ റിതം ആൻഡ് റൈം റീഇൻഫോഴ്സ് ദി ലിറിക്കൽ എക്സ്പ്രഷൻ ഓഫ് ലവ്, allowing emotions to flow smoothly. ഇങ്ങനെ റെഗുലർലി ഈ റിതം യൂസ് ചെയ്യുന്നതിലൂടെ ഈ ലിറിക്സിലൂടെ നമുക്ക് അവരുടെ ലവിൻ്റെ എക്സ്പ്രഷൻ നല്ലപോലെ ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലൂടെ ഇമോഷൻസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് ഇവോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. The simplicity of the ballad form enhances the sincerity and deep affection of the speaker's feelings. ഈ ബാലഡ് രൂപത്തിലുള്ള പോയത്തിൻ്റെ സിംപ്ലിസിറ്റിയിലൂടെ സ്പീക്കറിൻ്റെ ഡീപ്പായിട്ടുള്ള അഫെക്ഷനെയും സിൻസിറിറ്റി ആയിട്ടുള്ള ഫീലിങ്സിനെയും എല്ലാം വളരെ എൻഹാൻസിങ് ആയിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദി റിതമിക് ഫ്ലോ കമ്പൈൻഡ് വിത്ത് ദി റെപ്പറ്റീഷൻ ഓഫ് ഫ്രേസസ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഡിവോഷൻ ആൻഡ് ടൈംലെസ്നെസ്, അണ്ടർസ്കോറിങ് ദി തീം ഓഫ് എൻജോറിങ് ലവ്. ഈ പോയത്തിൻ്റെ ഒരു റിതമിക് ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഒരു താളത്തിലുള്ള ഫ്ലോ, അതിൽ ഈ റെപ്പറ്റീഷൻ, അതായത് പറഞ്ഞ ലൈൻസ് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഡിവോഷൻ ആൻഡ് ടൈംലെസ്നെസ്. അതായത് ഒരു ടൈമില്ല, അവർക്ക് അത്രക്കും ഇൻപേഷ്യൻ്റ് ആണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത് തൻ്റെ ലവറിന് വേണ്ടിയിട്ട്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രക്കും ഡീപ്പായിട്ടും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലവാണ് ഈ സ്പീക്കർ ഇതിലൂടെ നമുക്ക് ഷോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഹൗ ഡസ് ദ പോയറ്റ് എവോക്ക് ബോത്ത് പാഷൻ ആൻഡ് മെലങ്കോളി ഇൻ എ റെഡ് റെഡ് റോസ്. എ റെഡ് റെഡ് റോസ് എന്ന പോയത്തിൽ പോയിട്ട് പാഷനെയും മെലാങ്കോലിയെയും, പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിയായ ആഗ്രഹത്തെയും, മെലാങ്കോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ്, അതിനെല്ലാം എങ്ങനെയാണ് ഇത് ഈ പോയത്തിലൂടെ ഇവോക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ ദി ആൻസർ ഈസ്, പാഷൻ ഈസ് ഇവോക്കഡ് ത്രൂ ഇൻറ്റൻസ് മെറ്റഫേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് എക്സ്പ്രഷൻസ് ലൈക്ക് കമ്പയറിങ് ലവ് ടു എ ന്യൂലി ബ്ലോസംഡ് റെഡ് റോസ്. ഇതിലെ ആ അതിയായ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർബോളിക് എക്സ്പ്രഷൻസിലൂടെയും മെറ്റഫേഴ്സിലൂടെയുമാണ്. അതിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ ലവ് ഒരു ജൂണിൽ പുതുതായി വിരിഞ്ഞ പൂവിനെ പോലെയാണ്. അങ്ങനെയാണ് ഇതിലൂടെ ഈ മെറ്റഫേഴ്സിലൂടെയും ഹൈപ്പർബോളിക് എക്സ്പ്രഷൻസിലൂടെയും എല്ലാം കവി പാഷനെ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രോമിസസ് ടു ലവ് അണ്ടിൽ ദ സീസ് ഡ്രൈ അപ്പ് ആൻഡ് ദി റോക്ക് മെൽസ് കൺവേ ഡീപ്പ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് റൊമാൻറ്റിക് ഡിവോഷൻ. അവരുടെ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണലിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിന്നെ കടൽ വറ്റുന്നത് വരെയും കല്ല് മെൽറ്റായി പോകുന്നത് വരെയല്ല സ്നേഹിക്കും എന്ന് പറയുന്നത്. അതൊന്നും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, ഇങ്ങനെ കടൽ വറ്റിപ്പോവുക, അങ്ങനെ റോക്ക് മെൽറ്റായി പോവുക എന്നുള്ള കാര്യങ്ങളൊന്നും. സോ അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്രക്കും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലവാണ് ഈ പോയറ്റിന് തൻ്റെ ലവറിനോടുള്ളത്. എ സെൻസ് ഓഫ് മെലാങ്കോളി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫൈനൽ സ്റ്റാൻസ where the speaker bids farewell with fare thee well. ഈ ഫൈനൽ സ്റ്റാൻസയിൽ ഒരു മെലാങ്കോളിക് എക്സ്പ്രഷൻ വരുന്നുണ്ട്, സാഡായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അതാണ് ഫെയർ ദി വീൽ എന്ന് പറയുന്നത്, ഒരു ഫെയർവെല്ലിനെ സൂചിപ്പിക്കുകയാണ്. അതായത് ഈ പോയറ്റിന് തൻ്റെ ലവറോട് ഒന്നുകിൽ ടൈം കാരണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാരണം ഒരുമിക്കാൻ പറ്റാത്തതായിട്ടും അവർ വേർപിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരവസ്ഥ, സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഫെയർവെൽ പറയുകയാണ്. ഇത് റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഡ്നെസ്സും അവരുടെ എറ്റേണൽ ലവ് അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെയൊക്കെ ഒരു ഫീലൊക്കെയാണ് വരിക. ദിസ് പാർട്ടിങ് ദോ ടെമ്പററി ആഡ്സ് സാഡ്നെസ്, എംഫസൈസിങ് ദി ടെൻഷൻ ബിറ്റ്വീൻ ദി ജോയ് ഓഫ് ലവ് ആൻഡ് ദി ഇനെവിറ്റബിൾ പെയിൻ ഓഫ് സെപ്പറേഷൻ. ഇവരുടെ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഇവരുടെ ഇടയിലുള്ള, ഇതൊരു താൽക്കാലികമായിട്ടുള്ളതാണെങ്കിലും സങ്കടവും ടെൻഷൻ, സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെ ഇടയിലുള്ള ഒരു ടെൻഷനും ഒരു വേദനയൊക്കെ ഈ സെപ്പറേഷനിലൂടെ നമുക്ക് ഫീൽ ചെയ്യും.
The interplay of passion and melancholy enriches the emotional complexity of the poem. അതായത് ഈ ഒരു പോയത്തിൽ ഇങ്ങനെ മെലാങ്കോലി സങ്കടകരമായിട്ടുള്ളതും പാഷൻ അത്രക്കും അതിയായ ആഗ്രഹമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചത് കൊണ്ട് തന്നെ ഇത് വളരെ സമ്പന്നമാണെന്ന് പറയുമല്ലോ. ഇങ്ങനത്തെ ഓരോ ഫീലിങ്സ് കാര്യങ്ങൾ വെച്ച് ഇത് സമ്പന്നമാണ്. ഇനി ഷോർട്ട് പാരഗ്രാഫിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റത്തെയാണ്. ഡിസ്കസ് ദ റോൾ ഓഫ് നാച്ചുറൽ ഇമേജറി ഇൻ ഷേപ്പിംഗ് ദി ഓവറോൾ മൂഡ് ആൻഡ് മെസ്സേജ് ഓഫ് ദി പോം. ഈ ഒരു പോയത്തിൻ്റെ മൂഡ്, മെസ്സേജ് കാര്യങ്ങളെല്ലാം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഇമേജറി എന്തൊക്കെ റോളാണ് പങ്കുവച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സോ ദി ആൻസർ ഈസ് നാച്ചുറൽ ഇമേജറി ഈസ് സെൻട്രൽ ടു ദി മൂഡ് ആൻഡ് മെസ്സേജ് ഓഫ് എ റെഡ് റെഡ് റോസ്. ഈ റെഡ് റെഡ് റോസ് എന്ന് പറയുന്ന പോയത്തിൽ നാച്ചുറൽ ഇമേജറി വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് മൂഡ് ആൻഡ് മെസ്സേജ് എല്ലാം ഡെലിവർ ചെയ്യുന്നതിൽ. The poem uses images from nature such as red rose, seas, rocks and sands to express the speaker's love. ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള നാച്ചുറൽ എലമെൻറ്റ്സ് ആണ് റെഡ് റോസ്, സീസ്, റോക്സ് ആൻഡ് സാൻഡ്സ്. ഇതിലൂടെ എല്ലാം സ്പീക്കറിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. The rose symbolizes beauty and passion, setting a tone of freshness and intensity. ഇതിൽ റോസ് സിംബലൈസ് ചെയ്യുന്നത് ഒരു ഭംഗി, അതിയായ ആഗ്രഹം, പിന്നെ ഒരു ഫ്രഷ്നെസ്, അതിൻ്റെ ഒരു ടോണാണ് സെറ്റ് ചെയ്യുന്നത്. ഇമേജറി ഓഫ് സീസ് ആൻഡ് റോക്സ് ക്യാപ്ചേഴ്സ് ദി വാസ്റ്റ്നെസ് ആൻഡ് പെർമനൻസ് ഓഫ് ലവ്. ഇതിലെ സീ, റോക്സ് ഇതൊക്കെ ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു പെർമനൻസി ഓഫ് ലവ്, അതായത് അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് നിലനിൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. These natural elements reinforce the theme of ensuring love while acknowledging the passage of time, shaping the poem's emotional resonance. ഈ എലമെൻറ്റ്സ് എല്ലാം പോയത്തിൽ ആ ലവ് നേടിയെടുക്കുക, അതായത് ടൈമൊക്കെ കഴിയുന്നുണ്ടെങ്കിലും അതിലൂടെ എങ്ങനെയും വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള തീമാണിതിൽ പറയുന്നത്. അതിന് ഈ നാച്ചുറൽ എലമെൻറ്റ്സിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് പാരഗ്രാഫ് ഇതിലൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി സ്പീക്കേഴ്സ് ഡിക്ലറേഷൻ ഓഫ് ലവ് ഇൻ എ റെഡ് റെഡ് റോസ്. അതായത് ഈ പോയത്തിൽ സ്പീക്കർ എങ്ങനെയാണ് തൻ്റെ ലവറോട് കൺഫസ് ചെയ്യുന്നത്, ലവ്, അതാണ് ചോദിക്കുന്നത്. സോ ആൻസർ ഈസ് ദി സ്പീക്കർ മേക്സ് എ പാഷനേറ്റ് ഡിക്ലറേഷൻ ഓഫ് ലവ്, promising eternal devotion and deep admiration for their beloved. ഇതിൽ സ്പീക്കർ തൻ്റെ ലവറിനോട് അതിയായ ഒരു ആഗ്രഹമാണ് സ്നേഹിക്കുന്നതിന് വേണ്ടി പ്രകടിപ്പിക്കുന്നത്. അതായത് വാക്ക് നൽകുന്ന പോലെ കാലാകാലവും ഒരു ഇൻഫിനിറ്റായിട്ട് ലവ് ചെയ്യുമെന്ന രീതിയിലുള്ള ഓരോ ഫ്രേസാണ് പറയുന്നത്. ദി ഓപ്പണിംഗ് സ്റ്റാൻസ കമ്പയർസ് ലവ് ടു എ റെഡ് റെഡ് റോസ് ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ, സജസ്റ്റിംഗ് ഫ്രഷ്നെസ് ആൻഡ് വൈബ്രൻസി ആൻഡ് വൈറ്റലിറ്റി. ഈ പോയത്തിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്ന ഒരു ലൈനാണല്ലോ എ റെഡ് റെഡ് റോസ് ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ എന്ന് പറയുന്നത്. ഇതൊരു ഫ്രഷ്നെസ്സും ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും വൈറ്റലിറ്റി അഥവാ കംപ്ലീറ്റ് ലൈഫ്, ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുമല്ലോ ഇതെല്ലാമാണ് ആ എ റെഡ് റെഡ് റോസ് ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ എന്നതിലൂടെ സജസ്റ്റ് ചെയ്യുന്നത്. The third stanza features hyperbolic expressions. The speaker vows to love until the seas can dry and the rocks melt with the sun. ഈ പോയത്തിൽ തേർഡ് സ്റ്റാൻസയിൽ പറയുന്ന ഹൈപ്പർബോളിക് എക്സ്പ്രഷൻസ് അഥവാ എക്സാഗ്രേഷൻസ്, ഈ ഊന്നിപ്പറയുക എന്ന് പറയുമല്ലോ ആ സംഭവം. ദ സ്പീക്കർ വോസ് ടു ലവ് അണ്ടിൽ ദ സീസ് ഗ്യാങ് ഡ്രൈ, അതായത് കടൽ വറ്റുന്നത് വരെ സ്നേഹിക്കുമെന്ന് പറയുന്നതും കല്ലുകൾ ഉരുകി പോകുന്നത് വരെ, ഇതൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സാഗ്രേഷൻസ് ആണ്. സോ ദീസ് എക്സാഗ്രേഷൻസ് എംഫസൈസ് ദി സ്പീക്കേഴ്സ് അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ദി ബോണ്ട്ലെസ് നാച്ചർ ഓഫ് ദിയർ അഫെക്ഷൻ. സോ ഇതുപോലത്തെ എക്സാഗ്രേഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതും ആ ഒരു കമ്മിറ്റ്മെൻറ്റും അവരുടെ ഒരു അഫെക്ഷനുമാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇൻ ദി ഫൈനൽ സ്റ്റാൻസ ദി സ്പീക്കർ അക്നോളജസ് സെപ്പറേഷൻ ബട്ട് റീഅഷ്യൂർസ് ദെയർ ബിലവ്ഡ് ഓഫ് ദെയർ റിട്ടേൺ, സ്റ്റേറ്റിംഗ് ദേ വുഡ് ട്രാവൽ 10,000 miles. ഫൈനൽ സ്റ്റാൻസയിൽ പറയുന്നുണ്ട് അവർ 10,000 miles ട്രാവൽ ചെയ്യുമെന്നുള്ള കാര്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്പീക്കറും തൻ്റെ ലവറും അപ്പാർട്ടാണെങ്കിലും, അതായത് ഒരുമിച്ചില്ലെങ്കിലും അവരുടെ ലവ് റിമെയിൻ സ്ട്രോങ്, അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഈ 10,000 miles എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോളിക് എക്സ്പ്രഷനാണ്. അത് അവരുടെ
ഡീപ്പായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിനെയും ഡിറ്റർമിനേഷനെയും ആണ് കാണിക്കുന്നത്. ഇതിലൂടെ സ്പീക്കർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം എത്രയായാലും അവർ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള വേർതിരിവാണ്, അവർ തീർച്ചയായും ഒരുമിക്കും എന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. This promise adds hope and continuity to the declaration, reinforcing the theme of love that transcends time and space. ഈ ഒരു പ്രോമിസിലൂടെ ഒരു പ്രതീക്ഷയും കണ്ടിന്യൂറ്റിയും കാണിക്കുന്നുണ്ട്. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രോമിസ് അല്ല, മറിച്ച് ഒരു ലാസ്റ്റിംഗ് ബോണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്പീക്കർ തൻ്റെ ബിലവഡിന് ഹോപ്പ് നൽകുകയാണ്. പ്രതീക്ഷ ട്രൂ ലവ് ആണെങ്കിൽ ടൈമിനെയും സ്പേസിനെയും എല്ലാം മറികടന്ന് അവരുടെ ലവ് അവിടെ വിൻ ചെയ്യുമെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Analyze the poetic devices used by Robert Burns in A Red Red Rose and discuss how they enhance the poem's themes and emotional impact. റോബർട്ട് ബേൺസ് തൻ്റെ എ റെഡ് റെഡ് റോസ് എന്ന പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നും ഇത് പോയത്തിൻ്റെ തീമിനെയും ഇമോഷണൽ ഇമ്പാക്റ്റിനെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ദി പോംസ് ഇമോഷണൽ ഡെപ്ത് ഈസ് എൻഹാൻസ്ഡ് ബൈ വേരിയസ് പോയറ്റിക് ഡിവൈസസ് ദാറ്റ് റീഇൻഫോഴ്സ് തീംസ് ഓഫ് എൻജോറിങ് ലവ്, പാഷൻ ആൻഡ് ദി പാസേജ് ഓഫ് ടൈം. പോയത്തിലെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ എൻഹാൻസ് ചെയ്തിട്ട്, അതായത് എടുത്തു കാണിക്കുന്നത് പോയറ്റിക് ഡിവൈസിലൂടെ തന്നെയാണ്. ഈ പോയറ്റിക് ഡിവൈസസ് എല്ലാം സൂചിപ്പിക്കുന്നത് ലവ് നേടിയെടുക്കുക, തൻ്റെ ലവറുടെ അടുത്തെത്താനുള്ള അതിയായ ആഗ്രഹം ആൻഡ് ദി പാസിംഗ് ഓഫ് ടൈം. ഇനി നമുക്ക് ഇതിലെ പോയറ്റിക് ഡിവൈസസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സിമിലി കമ്പയർസ് ലവ് ടു എ റെഡ് റെഡ് റോസ് ഹൈലൈറ്റിംഗ് ബ്യൂട്ടി ആൻഡ് വൈറ്റലിറ്റി. സ്നേഹത്തെ റെഡ് റെഡ് റോസിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭംഗിയെയും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലൈഫിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് അതാണ് സൂചിപ്പിക്കുന്നത്. കമ്പയർസ് ലവ് ടു എ മെലഡി ദാറ്റ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ സജസ്റ്റിംഗ് ഹാർമണി ആൻഡ് ഇമോഷണൽ റിസണൻസ്. താൻ സ്നേഹിക്കുന്ന ആളെ എ മെലഡി ദാറ്റ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ എന്ന് പറയുന്നതിലൂടെ ആ സ്നേഹം എത്രത്തോളം സ്വീറ്റാണെന്ന് കാണിക്കുന്നു. സംഗീതം പോലെ അത് മനസ്സിനെ തൊടുകയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ സ്നേഹവും മനസ്സിനെ ഉണർത്തുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇനി നമുക്കിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹൈപ്പർബോല ഇൻക്ലൂഡ് ചെയ്യാം. ഹൈപ്പർബോല മീൻസ് എക്സാഗ്രേഷൻ, പൊക്കി പറയാന്നൊക്കെ പറയുമല്ലോ, അതുപോലെ. യൂസ് ടു കൺവേ ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ആസ് സീൻ ഇൻ Terce's gang try and the rock smells with the sun. And these exaggerations emphasize the boundless nature of love and suggest it transcends natural limits. ഇത് സ്നേഹത്തിൻ്റെ ഒരു ബൗണ്ട്ലെസ് ആയിട്ടുള്ള നേച്ചറാണ് സൂചിപ്പിക്കുന്നത്. ഈ എക്സാഗ്രേഷൻസ് യൂസ് ചെയ്യുന്നതിലൂടെ സ്പീക്കർ പറയുന്നത് അവരുടെ ലവിനൊരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഹ്യൂമൻ ഓർഡിനറി റെസ്ട്രിക്ഷൻസ് വന്നാലും ലവ് അവിടെ വിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞല്ലോ ടൈം, സ്പേസ്, ഇതൊക്കെ ഇവർക്കൊരു ബാരിയറായിട്ടാണ് വരുന്നത് ഇവരുടെ സ്നേഹത്തിനിടയിൽ. ലവ് ഈസ് എറ്റേണൽ, പവർഫുൾ ആൻഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് നാച്ചുറൽ വേൾഡ്. ഇനി നമുക്കിതിൽ റെപ്പറ്റീഷൻ ഇൻക്ലൂഡ് ചെയ്യാം. കീ ഡിവൈസ് ത്രൂ ഔട്ട് ദി പോം, പർട്ടിക്കുലർലി വിത്ത് ദി വേർഡ് ലവ് അണ്ടർസ്കോറിങ് ഇൻറ്റൻസിറ്റി ആൻഡ് ഫോക്കസ്. ഇതിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന വേർഡാണ് ലവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫോക്കസ് അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ഇൻറ്റൻസ് പാഷൻ, ഇൻറ്റൻസ് ഫീലിംഗ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ്. റിപ്പീറ്റഡ് ഫ്രേസസ് ക്രിയേറ്റ് എ ലിറിക്കൽ ക്വാളിറ്റി മിമിക്കിംഗ് ട്രഡീഷണൽ ബാലഡ്സ് ആൻഡ് എംഫസൈസിങ് ദി തീം ഓഫ് ലാസ്റ്റിംഗ് ലവ്. ഈ റിപ്പീറ്റായിട്ട് വരുന്ന ഫ്രേസ് ഈ പോയത്തിനൊരു ക്വാളിറ്റി വരുന്നുണ്ട്, ലിറിക്കൽ ക്വാളിറ്റി. ഇത് ട്രഡീഷണൽ ബാലഡ്സിനെ മിമിക് ചെയ്യുകയും ലാസ്റ്റ് എന്ന ലവ് എന്ന തീമിൽ എംഫസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി എസ്സേ കൺക്ലൂഡ് ചെയ്യാം. ബേൺസ് യൂസ് ഓഫ് സിമിലി, ഹൈപ്പർബോലെ, റെപ്പറ്റീഷൻ ആൻഡ് നാച്ചുറൽ ഇമേജറി. ബേൺസ് ഇതിൽ സിമിലി, ഹൈപ്പർബോലെ അഥവാ എക്സാഗ്രേഷൻ ആൻഡ് റെപ്പറ്റീഷൻ ഈ പോയറ്റിക് ഡിവൈസസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. enhances emotional resonance and reinforces themes of eternal love and commitment. ഇതിൽ റീഡേഴ്സിനെ വളരെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അവസാനിക്കാത്ത ഒരു ലവും കമ്മിറ്റ്മെൻറ്റും ആണ് ഇതിൽ പറയുന്നത്. These devices create a rich layered expression of love, capturing intensity while acknowledging life's challenges. ഈ പോയറ്റിക് ഡിവൈസസ് സ്നേഹത്തിൻ്റെ സമൃദ്ധവും ലേയർഡ് ആയിട്ടുള്ള പ്രകടനവുമാണ് സൃഷ്ടിക്കുന്നത്. അത് സ്നേഹത്തിൻ്റെ തീവ്രത പിടിച്ചു നിർത്തുന്നതിനൊപ്പം
ജീവിതത്തിലെ വെല്ലുവിളികളെയും അംഗീകരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എ റെഡ് റെഡ് റോസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.